മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാധാന ചർച്ചകൾ പല മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ ഉയർന്ന അളവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചായി റിപ്പോർട്ട് പുറത്തുവരികയാണ്. മാസങ്ങളായി തുടരുന്ന US ഇസ്രായേൽ ഇറാൻ സംഘർഷവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഹോർമൂസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും മറ്റുമുണ്ട്. അത് പരിഹരിക്കാനാണ് ഇറാന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക കരുതുന്നതനുസരിച്ച് ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നാണ്. ഇതിപ്പോൾ ഉപേക്ഷിക്കുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉപേക്ഷിച്ചില്ല എങ്കിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതേസമയം ഇത് ഇറാൻ ചില മാധ്യമങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അത്തരമൊരു കരാറിന് ഇറാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. TG സയ്യിദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സയ്യിദ്, ഇപ്പോൾ സമാധാനം അരികെ എന്ന തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റൊക്കെ നമ്മൾ കണ്ടു വന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും പശ്ചിമേഷ്യൻ തർക്കങ്ങളിൽ ഒരു വളരെ വലിയ ട്വിസ്റ്റ് സംഭവിച്ചു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിൽ പുറത്തു വരുന്ന ചില നിബന്ധനകൾ, പുതിയ ധാരണകൾ, ഇതൊക്കെ ഇരുപക്ഷവും നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പൊതുവായ ധാരണ രൂപപ്പെടുന്നു എന്നതാണ്. ഒരുപക്ഷെ പൂർണ്ണമായ ധാരണയായില്ലെങ്കിലും അത് ധാരണയിലേക്ക് വരുന്നു എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന ചിത്രം. അതിലേറ്റവും സുപ്രധാനമായ കാര്യം, ഇറാന്റെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട 400 കിലോയോളം വരുന്ന യുറേനിയം അത് കൈമാറ്റം ചെയ്യാൻ അവർ തയ്യാറായി എന്ന കാര്യമാണ്. നേരത്തെ രാജ്യത്തിന് പുറത്തേക്ക് ഇതൊരു തരത്തിലും മാറ്റാൻ തയ്യാറാവാതിരുന്ന ഇറാൻ ഇക്കാര്യത്തിൽ നിലപാടിൽ അയവ് വരുത്തി എന്നതാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അങ്ങനെയെങ്കിൽ ഇത് വളരെ സുപ്രധാനമായ നീക്കമാണ്. ഈ യുദ്ധം എങ്ങനെ ഉണ്ടായി എന്ന വിഷയത്തിൽ ഒരു സമാധാനത്തിലേക്ക് വരുന്നു എന്ന സാഹചര്യമാണ്. ഇതിൽ അമേരിക്കയുടെ അന്ത്യശാസ്ത്രമാണ് ഇറാനെ ഇത്തരമൊരു നിലപാടിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഈ നീക്കത്തിന് തയ്യാറായില്ലെങ്കിൽ, യുറേനിയൻ വിഷയത്തിൽ ഇത്തരമൊരു നീക്കത്തിന് തയ്യാറായില്ലെങ്കിൽ വീണ്ടും സൈനിക നീക്കം ആരംഭിക്കുമെന്ന് മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന ശേഖരണി ബോംബിട്ട് തകർക്കുമെന്ന അടക്കമുള്ള കടുത്ത നിലപാടുകളിലേക്ക് അമേരിക്ക വരുന്നു. ഇതേ തുടർന്ന് ഇറാൻ നിലപാടിൽ അയവ് വരുത്തി എന്നതാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്. പക്ഷേ ഇത് ഇറാൻ പൂർണ്ണാർത്ഥത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ നടക്കുന്ന നീക്കങ്ങൾ, ഇതിൽ നമുക്ക് കോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: സമീപത്തെ രാജ്യങ്ങളെ അടക്കം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ്. UAE, സൗദി, ഖത്തർ, ഒപ്പം തന്നെ മധ്യസ്ഥ നിൽക്കുന്ന പാകിസ്ഥാൻ, ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കം സാധ്യമാകുന്നു എന്ന കാര്യമാണ് ട്രംപ് വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ അത് സമാധാനത്തിലേക്ക് പോകുന്നു എന്നതാണ്. നിലവിൽ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ചുള്ള ധാരണകൾ ഇങ്ങനെയാണ്: യുറേനിയത്തിൻ്റെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നു. ഇതോടുകൂടി പ്രധാനപ്പെട്ട പ്രശ്നം മാറുന്നു. രണ്ടാമത്തെ കാര്യം, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ചിരിക്കുന്ന മൈനുകളടക്കം അവിടെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ അടക്കം തകർക്കുന്ന നീക്കമുണ്ടായിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായി ഇറാൻ പിന്മാറുന്നു എന്ന് മാത്രമല്ല, ഹോർമുസ് പൂർണ്ണാർത്ഥത്തിൽ തുറന്നിരുന്നു. അതിന് പകരമായി ഇറാന് മുന്നിൽ 2 വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലൊന്ന്, ഹോർമുസ് വഴിയുള്ള ഇറാന് പൂർണ്ണമായും ഇന്ധന വിപണി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ അനുമതി, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, ഉപരോധം പൂർണ്ണമായി നീക്കും. ഒപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ഇറാൻ്റെ സ്വത്തുകൾ, ഇപ്പോൾ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുകൾ, അത് പൂർണ്ണാർത്ഥത്തിൽ വിട്ടുകൊടുക്കും. ഇങ്ങനെ 2 ധാരണകൾ പൊതുവിൽ രൂപപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നിബന്ധനകൾ സംബന്ധിച്ച പരസ്പരമായുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഇങ്ങനെയാണ്: ഇറാൻ മറ്റു ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചു എന്നതാണ്. അതിലൊന്ന്, പൂർണ്ണമായും ആ മേഖലയിൽ നിന്നുള്ള അമേരിക്കയുടെ സേനാ പിന്മാറ്റം എന്ന ആവശ്യമാണ്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അമേരിക്ക അതിന് വഴങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്ന് മാത്രമല്ല, ഇത് പൂർണ്ണ ധാരണയാണോ എന്ന കാര്യത്തിലും വ്യക്തതക്കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: പശ്ചിമേഷ്യൻ തർക്കത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന സുപ്രധാനമായ ചില നീക്കങ്ങൾ സംഭവിക്കുന്നു എങ്ങനെയെന്നാണ്. അങ്ങനെയെങ്കിൽ 60 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നിലവിൽ വരും. സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.